ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ഇന്ന് നവരാത്രി തുടങ്ങുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഈ ഒരു 9 രാത്രികൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് ദേവിയെ നമ്മൾ എത്രയും മുറുകെ പിടിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഈ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അത്രയും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ നവരാത്രിയിൽ നടത്തുന്ന പൂജകൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ അതിന് ഏത് ജാതി മതത്തിലുള്ള ആൾക്കാരായാലും അതെങ്ങനെയൊന്നും നോക്കണ്ട, നമ്മൾ ആ സമയം പ്രാർത്ഥിക്കുക. അപ്പം നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ശരിക്കും ഒരു ഉത്തരം കിട്ടുന്ന സമയം കൂടിയാണ്, അല്ലെങ്കിൽ ഫലം കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ആദ്യത്തെ ദിവസം ശൈലപുത്രി ഭാവത്തിലാണ് ദേവി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയപ്പെടുന്നത് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും 3 പേരുടെയും ഒരുമിച്ചുള്ള ശക്തി, അത്രയും ശക്തി ദേവിക്ക് ആ ദിവസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ 3 പേരെ പ്രാർത്ഥിക്കുന്ന ഫലം ദേവിയുടെ ശൈലപുത്രി രൂപത്തിലുള്ള ഭഗവതിയെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജ് എന്താണ്. ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഇന്നസെൻസ് ആണ്. നമ്മൾ ജീവിതം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയിൽ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു ക്യൂരിയോസിറ്റി വേണം. നമുക്ക് ഇതെല്ലാം നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് യഥാർത്ഥത്തിൽ അറിയാവുന്നതാണെങ്കിലും അത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കാണും. പ്രത്യേകിച്ച് നമ്മളുടെ മുറ്റത്തുള്ള അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള പല കാര്യങ്ങളും നമുക്കറിയാം എന്നുള്ള ഭാവത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറേയില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് അതിനെപ്പറ്റി. അപ്പോൾ നമ്മളുടെ മുറ്റത്തുള്ള പുല്ലിനെയും പൂവിനെയും പുൽക്കൊടി അങ്ങനെ എല്ലാത്തിനെയും പൂമ്പാറ്റയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല എത്ര ഭംഗിയായിട്ടാണ് ജഗദീശ്വരൻ അത് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു അത്ഭുതം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമുക്കൊന്നിലും അത്ഭുതം ഇല്ലാത്തതാണ് ഒന്നാമത്തെ ഒരു കാര്യം. നമുക്കൊന്നിലും ഒരു മരവിപ്പാണ് എല്ലാവർക്കും. അങ്ങനെയല്ല വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ വളരെ നിഷ്കളങ്കതയോടുകൂടി കുട്ടികൾക്കാണ് ആ നിഷ്കളങ്കതയുള്ളത്. അവർക്ക് കള്ളത്തരമൊന്നും ഇല്ലാത്തതാണ്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളുടെ മനസ്സോടുകൂടി ഇന്നിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുള്ളൂ. നമുക്ക് ഒന്നിനെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ നമ്മൾ എന്ത് കാര്യം കണ്ടാലും ജഡ്ജ് ചെയ്യും. അപ്പം അങ്ങനെ കുഞ്ഞുങ്ങൾ ഒന്നിനെയും ജഡ്ജ് ചെയ്യാൻ അവർക്ക് അറിഞ്ഞുകൂടാ. അവരെല്ലാം സ്വീകരിക്കും എന്നുള്ളതാണ്. ആ കാണുന്ന കാര്യത്തിൽ അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ഇന്നസെൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. വളരെ ഹാപ്പി ആയിട്ട് നിഷ്കളങ്കതയോടുകൂടി ഇരിക്കുക. പ്രൊജക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ തന്നെ നിങ്ങളുടെ ഒരു പ്രതിബിംബം നിങ്ങൾക്ക് പലരിലും ഇന്നത്തെ ദിവസം കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ തന്നെയായിരുന്നു. നിങ്ങൾ എന്താണോ മാറേണ്ടത് അത് ആ ഒരു വ്യക്തി നിങ്ങളിലൂടെ പറഞ്ഞു തന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കും ആ ഒരു വ്യക്തി ചെയ്തത് എത്ര തെറ്റാണ്, എത്ര ക്രൂരതയാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ നിങ്ങൾ എന്താണോ ആകേണ്ടത്, നിങ്ങൾ ആകേണ്ട കാര്യം ആകാൻ വേണ്ടിയിട്ട് ആ വ്യക്തി നിങ്ങളെ ശരിക്കും പുഷ് ചെയ്തുകൊണ്ടിരുന്നതായിരിക്കാം, ട്രിഗർ ചെയ്തുകൊണ്ടിരുന്നതായിരിക്കാം. നിങ്ങൾ തന്നെയാണ് ആ ഒരാൾ എന്നുള്ളതാണ്. അപ്പം നിങ്ങളെ നന്നാക്കാൻ വന്നൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടി, അത്രയേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് കുറേ പെയിൻ കിട്ടിയിട്ടുണ്ടായിരിക്കാം, കുറേ വിഷമം വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം. ഇതിൽ നിങ്ങൾ ഇത് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ നിങ്ങളതൊക്കെ ഒന്ന് മാറിയിട്ട് നിങ്ങൾ എന്തിനാണോ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് ആ ഒരു പർപ്പസ് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കാണുന്നത്. ഇൻ്റഗ്രേഷനാണ്, ഒരു കൂടിച്ചേരലാണ്, ഒരു ബാലൻസിൻ്റെ എനർജിയാണിത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഇൻ യാങ് എന്ന് പറയുന്ന എനർജി, ഫെമിനൈൻ മസ്കുലൈൻ എനർജി, ഇത് രണ്ടും പറയാം. ആ ഒരു എനർജി ബാലൻസ്ഡ് ആകേണ്ട ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ
ഫെമിനൈനും മസ്കുലൈനും ഈക്വൽ ആയിരിക്കണം. ഇത് ഫെമിനൈൻ ഡൊമിനേറ്റ് ചെയ്താലും മസ്കുലൈൻ ഡൊമിനേറ്റ് ചെയ്താലും നമുക്ക് പ്രശ്നമാണ് എന്നുള്ളതാണ്. നമ്മളെ ബുദ്ധിയും ഹൃദയവും ഒന്നുകിൽ നമ്മുടെ മനസ്സ് കൊണ്ട് കുറേ ഈഗോ ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കൊണ്ട് ഇമോഷണലി നമ്മൾ ഭയങ്കര ഡൗൺ ആയിപ്പോകും. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് രണ്ടിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സമയമാണെന്ന് സ്വയം തിരിച്ചറിയുക. ഇത് മനസ്സിന് മേൽ ഹൃദയമോ ഹൃദയത്തിന് മേൽ മനസ്സോ രണ്ടുമില്ല, ഒരുപോലെ ഇരിക്കണം എന്നുള്ളതാണ്. രണ്ടിനും അതിൻ്റെതായ സ്ഥാനം കൊടുത്ത് നിങ്ങൾ നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടുപോയ ആൾക്കാർ അതൊന്ന് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അങ്ങനെ ബാലൻസ്ഡ് ആകും എന്നുള്ളതാണ്. ട്രസ്റ്റാണ്. അപ്പോൾ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നതിനെ നമ്മളങ്ങ് ആ ഒരു കാര്യം ഇത് സംഭവിക്കും എന്ന് നമ്മളങ്ങ് ട്രസ്റ്റ് ചെയ്യുക, നമ്മൾ വിശ്വസിക്കുക. നമുക്ക് പല സമയത്തും പലപ്പോഴും നമുക്കൊരു അവിശ്വാസവും കൂടി വരും എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള തോട്ട് വന്ന ആ ഒരു വിശ്വാസത്തെ ഇല്ലാതാക്കി കളയും, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയെ ഇല്ലാതാക്കി കളയും. അങ്ങനെ ഉണ്ടാകരുത്. നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് പലർക്കും അങ്ങനെ ഒരു വിശ്വാസം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ചില തയ്യാറെടുപ്പുകളോടുകൂടി ഇരിക്കുന്ന ദിവസമായിരിക്കാം. അപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ അത് തന്നെ വിശ്വസിക്കുക. സൈലൻസ് ആണ്. ഇതൊരു മൂൺ കാർഡാണ്. വളരെ സ്പിരിച്വൽ എബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നത്, വളരെ ദൈവാധീനം വരുന്നൊരു സമയമാണ്. നിങ്ങളൊന്ന് ഇന്നത്തെ ദിവസം ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഒന്നിലും ഇടപെടാതെ നല്ല പ്രാർത്ഥനകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. കുറേ പ്രശ്നങ്ങൾക്ക് മേലൊരു വെളിച്ചം വരുന്നൊരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും, നിങ്ങൾക്ക് അറിയേണ്ട പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. നിങ്ങൾ പണ്ട് പ്രാർത്ഥിച്ച കാര്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ അത് അറിയണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾക്ക് അറിയേണ്ട കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഹൈഡ് ചെയ്ത ചില കാര്യങ്ങൾ അത് അറിയണം എന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നതെങ്കിൽ അത് അറിയുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്തെ പ്രാർത്ഥനകൾക്ക് നിങ്ങൾക്ക് വല്ലാത്ത ഫലം കൊണ്ടുതരും എന്നാണ് കാണുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഉത്തരം കിട്ടുന്നൊരു സമയം കൂടിയാണ്. എക്സാഷൻ ആണ്. പൂട്ടിയിട്ട പോലത്തെ ഒരു അവസ്ഥയാണ് കുറേ ആൾക്കാർക്ക്. നിങ്ങൾ ആ കെട്ട് പൊട്ടിച്ചൊന്ന് പുറത്തിറങ്ങണം എന്നുള്ളതാണ്. അത് സ്വയം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല. ആ പൂട്ടിയിട്ട അവസ്ഥയിൽ നിന്നും നിങ്ങൾ തന്നെ ഒന്ന് പുറത്തിറങ്ങേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ചില ചിന്തകളുടെ ഒരു ചങ്ങലായിട്ട് നിങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ, എനിക്ക് മുന്നോട്ട് നിങ്ങൾ എന്നെ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ മറ്റാർക്കും ഇതിലൊരു ഭാഗം ഉണ്ടാവില്ല. നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിൽ മറ്റാർക്കും നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മാറുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ഇരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ ഇരുന്നത് മടി പിടിച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ശീലിച്ച ആൾക്കാർക്ക് അവർക്കൊന്ന് പുറത്തിറങ്ങാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതിലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കംഫർട്ട് സോൺ നമ്മുടെ ആ ഇരിക്കുന്ന സ്ഥലമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഉണ്ട്. നിങ്ങൾ ആ ഒരു കാര്യം, നിങ്ങളുടെ ആ ഒരു പാറ്റേൺ ഒക്കെ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങളൊന്ന് പുറത്തിറങ്ങാൻ നോക്കുക. മൈസറാണ്. ഇതിൽ ചില ആൾക്കാർ ഇതിൽ ഒരു 4 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. നമ്മൾ കൂട്ടി വെക്കുന്ന സ്വഭാവമുണ്ട്. അപ്പം അത് നല്ലതാണ്. നമ്മൾ സ്നേഹമായാലും കൂട്ടി വയ്ക്കുക. അത് പ്രകടിപ്പിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള കുറേ ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരുടെ സ്നേഹം അവർ പ്രകടിപ്പിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവർക്ക് അതിൽ നിങ്ങൾ വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും സേവ് ചെയ്യാനൊക്കെ തുടങ്ങുന്ന ഒരു ദിവസമായിരിക്കും. ചിലപ്പം വീടോ അല്ലെങ്കിൽ വാഹനമോ അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു സമയമാണെന്നാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം സേവിങ്സിൻ്റെ ദിവസമാണ് കേട്ടോ. കുറച്ച് നിങ്ങൾ ചിലപ്പം പാസ്റ്റിൽ നിങ്ങൾ അമിതമായിട്ട് ചിലവാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് ഒന്ന് ചിലവ് ചുരുക്കാനൊക്കെ നിങ്ങൾ തോന്നും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ വീടോ വാഹനമോ പോലെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വാങ്ങുമെന്നോ അല്ലെങ്കിൽ അത് നോക്കി പോകുന്ന ഒരു എനർജിയൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്.
സ്ട്രെസ്സാണ്. ഇപ്പം ചില ആൾക്കാർക്ക് ഇന്ന് നിങ്ങൾക്ക് കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടാവാം, പക്ഷെ അത് നിങ്ങൾ ബാലൻസ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത സ്ട്രെസ്സൊന്നും കൂടെ നിങ്ങളെടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ കാര്യം കേട്ട് ആ ഒരു സ്ട്രെസ്സും കൂടെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് മാറ്റിക്കളയുന്നത് നല്ലതായിരിക്കും. ആവശ്യമില്ലാത്ത സ്ട്രെസ്സ് നമ്മളിലേക്ക് കൊണ്ടുവരാതിരിക്കുക. പുറത്തുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കാതിരിക്കുക. പിന്നെ ഇതിൽ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. ഇതിനകത്ത് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. കാരണം അത് മെഡിറ്റേഷനിലൂടെയോ നല്ല പ്രാർത്ഥനകളിലൂടെയോ ഒക്കെ അത് സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ കണ്ടല്ലോ, ഒരു മങ്കി മൈൻഡാണ്. മനസ്സിങ്ങനെ നിങ്ങളായിട്ട് കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ വേണ്ട എന്ന് വിചാരിക്കുന്ന കാര്യം മനസ്സ് ജയിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മനസ്സ് അവിടെ കൊണ്ട് നിർത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പ്രാണായാമം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, വേണ്ടാന്ന് വിചാരിച്ചാലും അതിലോട്ട് തന്നെ പോകുന്നു, പാസ്റ്റിലെ ഓർമ്മകൾ വന്ന് വേദനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ മാനസിക നിയന്ത്രണം ആണ് ഏറ്റവും വലിയൊരു കാര്യം. ആ മാനസിക നിയന്ത്രണത്തിന് നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ പ്രാണായാമം ചെയ്യുക എന്നുള്ളതാണ്. പ്രാണായാമം ചെയ്തിട്ട് മെഡിറ്റേറ്റ് ചെയ്താൽ മാത്രമേ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തകൾ പലതും വന്ന് നമ്മളെ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകും. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെയൊക്കെ കാണിച്ച് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിച്ച് നമ്മുടെ മനസ്സ് നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുക എന്ന് കാണുന്നുണ്ട്. ടേണിങ് ഇൻ അത് തന്നെയാണ് കാണുന്നത്, മെഡിറ്റേഷനാണ്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വളരെ ഫലമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ദേവിയുടെ എന്ത് മെസ്സേജാണ് ഇതിൽ നിന്നും കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഗുഹ്യകാളിയാണ് വന്നിട്ടുള്ളത്. ഗുഹ്യകാളി എന്നാൽ ബാലാത്രിപുരസുന്ദരി ദേവിയുടെ ഒരു ഡാർക്ക് സൈഡാണത്, ഷാഡോ സെൽഫാണത്. അപ്പോൾ അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മളിൽ തന്നെയുള്ള നമ്മളുടെ നിഗൂഢതകൾ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നമ്മളുടെ നിഗൂഢതകളാണ് ഈ ഗുഹ്യകാളി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളിൽ തന്നെ നമുക്ക് ഒരുപാട് നമ്മളുടെ ശരിക്കും നമ്മൾ വിശ്വസിക്കാത്ത, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്ത കുറേ നിഗൂഢമായ കാര്യങ്ങൾ നമ്മളിലുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ചിലപ്പം പെട്ടെന്ന് പറഞ്ഞാലോ കണ്ടാലോ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തതായിരിക്കും. കാരണം ഇത് ബാലാത്രിപുരസുന്ദരി എന്ന് പറയുന്നത് ലൈറ്റാണ്, പക്ഷെ ഇത് സെയിം ഓപ്പോസിറ്റായിട്ട് ഡാർക്കായിട്ടുള്ള അതിൻ്റെ സെയിം ഷാഡോയാണ്. അപ്പം നമ്മൾ ഹീല് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, നമ്മളുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്മളുടെ നിഴല്. അപ്പം അത് നിഴലിനെ നമ്മൾ ഹീൽ ചെയ്യണമെന്നാണ് കാണുന്നത്. കാരണം നമ്മളുടെ ഷാഡോ, നമുക്ക് ഉള്ള കുറേ നെഗറ്റീവ് സൈഡ്, ആ ഒരു സൈഡിനെ നമ്മൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ നെഗറ്റീവിനെ നമ്മൾ കണ്ടെത്തുക, തിരിച്ചറിയുക, നമ്മൾ അത് ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. എന്നാലേ നമുക്ക് നമ്മളുടെ പവർ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ ഗുഹ്യകാളി നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് 1-ാം ദിവസത്തെ ദേവിയുടെ നിങ്ങൾക്കുള്ള മെസ്സേജ്. ഗുഹ്യകാളിയാണ്, അതായത് നമ്മളുടെ ഷാഡോ ഹീൽ ചെയ്യുക. നമ്മളുടെ മറഞ്ഞിരിക്കുന്ന നമുക്ക് ഉള്ളിലുള്ള കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് പോലും അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്ക് ഹീൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ ഹീൽ ചെയ്യുക. നമ്മളുടെ ശക്തിയിലേക്ക്, നമ്മളുടെ ലൈറ്റിലേക്ക് തിരിച്ചു വരാനാണ് ഇന്ന് കാളി നമ്മളോട് പറയുന്നത്, ഗുഹ്യകാളി നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദേവി പരിപൂർണ സംരക്ഷണവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുതരട്ടെ. എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.